കോൺഗ്രസിൻ്റെ നിലപാട് എപ്പോഴും ചർച്ച ചെയ്തതാണ്. യുവതീ പ്രവേശന വിധി വന്നതിന് ശേഷം നിർബന്ധിതമായ ആക്ടിവിസ്റ്റുകളെ സർക്കാർ മലകയറ്റാൻ ശ്രമിച്ചപ്പോൾ കോൺഗ്രസ് എവിടെയായിരുന്നു എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമായി ഉണ്ട്. ഇപ്പോഴും വരുന്നു, ഈ അയ്യപ്പ സംഗമത്തിൽ ഒരു ശക്തമായ നിലപാടെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം. ശ്രീകുമാർ. കോൺഗ്രസിന് എല്ലാ കാര്യത്തിലും കൃത്യമായും വ്യക്തമായും നിലപാടുള്ള പാർട്ടിയാണ്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. പക്ഷേ കോൺഗ്രസിൻ്റെ നിലപാട് രാഷ്ട്രീയ താല്പര്യത്തിൻ്റെതായിരുന്നില്ല, വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി നിലകൊണ്ട പാർട്ടിയാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് ഒരു സുവർണാവസരമാണെന്ന് ഒരിക്കലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വിശ്വാസ സംരക്ഷണം ഉറപ്പാക്കണമെന്നും ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി നിലകൊണ്ട ഭക്തജനങ്ങൾക്കൊപ്പം നിലപാടെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ. അപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാടിനെ സംബന്ധിച്ചു ഇവിടെ അനിൽ ഇവിടെ പറഞ്ഞൊരു സൂചിപ്പിച്ച കാര്യം, ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട ഒരു കക്ഷി അതിൻ്റെ നേതാവ് പ്രസംഗിച്ചപ്പോൾ അവിടെ മിണ്ടാതിരുന്നയാൾ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെ വിമർശിക്കുകയാണ്. ഇവിടെ ഇന്ത്യ മുന്നണിക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് മതേതരത്വത്തിൻ്റെ നിലപാടാണ്, ജനാധിപത്യത്തിൻ്റെ നിലപാടാണ്. അതിനപ്പുറമായി ആ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ എവിടെയെങ്കിലും ആരെങ്കിലും പ്രസംഗിച്ചതെല്ലാം കോൺഗ്രസിൻ്റെ നിലപാടിൻ്റെ ഭാഗമാണെന്ന് ചിത്രീകരിക്കാൻ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും അവസാനം കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ BJPക്ക് ഒരു നിലപാട്, ദേശീയ തലത്തിലെ BJPക്ക് മറ്റൊരു നിലപാട്. അങ്ങനെ വ്യത്യസ്ത നിലപാട് ഒരു പാർട്ടിക്കകത്തുള്ള ആളുകൾ വന്നു നിന്നുകൊണ്ട് വെറുതെ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ എന്തെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു മിണ്ടാതിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസിനെ മേക്കിട്ട് കയറാൻ ശ്രമിക്കേണ്ട. പിന്നെ കൂറുമാറ്റത്തെ പറ്റി പറഞ്ഞു. ഇത് പറയാൻ ധാർമ്മികമായി എന്ത് അവകാശമുള്ള പാർട്ടിയാണ് BJP? ഈ രാജ്യത്ത് കൂറുമാറ്റത്തെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു രാജ്യത്തെ ഗവൺമെൻറ് എടുത്ത് പരിശോധിച്ച കേന്ദ്രമന്ത്രിമാരുടെ ചരിത്രം, ഇന്ന് രാജ്യത്തെ മുഖ്യമന്ത്രിമാരുടെ ചരിത്രം, BJP മുഖ്യമന്ത്രിമാരുടെ ചരിത്രം, അവരിൽ എത്ര പേരാണ് സംഘപരിവാർ പശ്ചാത്തലത്തോടെ രാഷ്ട്രീയ രംഗത്തെ കടന്നു വന്നവർ? ഇതര രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും പ്രലോഭനങ്ങൾ നൽകിയും വാഗ്ദാനങ്ങൾ കൊടുത്തും അവരെ കൊണ്ടുപോയി സ്ഥാനമാനങ്ങളിൽ കുടിയിരുത്തുന്ന പാർട്ടിയുടെ പ്രതിനിധിക്ക് ഇവിടെ കൂറുമാറ്റത്തെ പറ്റി പറയുവാൻ യാതൊരു അവകാശമില്ല. ഞാൻ പറഞ്ഞതിന് മറുപടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ ഇപ്പോൾ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തിനേയും ഏതിനേയും രാഷ്ട്രീയമായ അന്ധത മൂലം എതിർക്കാനോ അല്ലെങ്കിൽ പ്രത്യേക താല്പര്യം മൂലം അതിനെ ന്യായീകരിക്കാനോ ശ്രമിക്കുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പരിപാടി ഇവർ സംഘടിപ്പിക്കുന്നു. ആ പരിപാടിയെ വസ്തുതാപരമായി വിലയിരുത്തിക്കൊണ്ട് എന്താണ് അതിൻ്റെ ഒരു ലക്ഷ്യം, എന്താണ് അതിൻ്റെ പിന്നിലുള്ളവർ ആരൊക്കെയാണ്, സംഘാടകരാരാണ്, അവരുടെ ഉദ്ദേശശുദ്ധി എന്താണ്, അവരുടെ ഇന്നലകളിലെ സമീപനം എന്തായിരുന്നു, അവർ ആ നിലപാടിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ഇത്തരത്തിൽ വസ്തുതാപരമായി കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അതിനെ സമീപിക്കുവാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇടതുപക്ഷ പ്രതിനിധി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരുപക്ഷെ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കാൻ ശ്രമിക്കുന്നതെന്ന് തോന്നുന്ന തരത്തിലാണ്. കാരണം എന്താണ് ഈ നോട്ടീസിൽ പറയുന്നത്? ഇതിൻ്റെ ക്ഷണക്കത്തിൽ പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സുവർണ ജൂബിലി, പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ്, 75ാം വർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ആഘോഷം, ഇത്തരത്തിലൊരു സംഗമം സംഘടിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞെന്താണ്? അദ്ദേഹം പറഞ്ഞ 1950 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചതെന്നാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രൂപീകരിക്കപ്പെടുന്ന 1949 ആഗസ്റ്റ് 1 ശ്രീ മന്നത്ത് പത്മനാഭനായിരുന്നു അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. അങ്ങനെ 49 രൂപീകരിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ 75 വർഷം എന്ന് പറയുന്നത് കഴിഞ്ഞൊരു വർഷക്കാലം മുമ്പേ കഴിഞ്ഞു. ഇപ്പോൾ 76 വർഷക്കാലം പിന്നിട്ട് 50 ദിവസം പിന്നിടാൻ പോവുകയാണ്. 76 വർഷവുമായി 50 ദിവസം പിന്നിടാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ സംഘടിപ്പിച്ചിട്ട് പറയുകയാണ് ഇത് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അതൊരു തട്ടിപ്പിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഡേറ്റ് പോലും കൃത്യമായി പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ ലക്ഷ്യം ഇപ്പോൾ ഈ നോട്ടീസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായ ഒരു പകർപ്പിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എനിക്കത് ലഭ്യമായിട്ടില്ല. ഇവിടെ കഴിഞ്ഞ ദിവസം അവർ പുറത്തിറക്കി, ഇന്നലെ അവരിറക്കിയ ഒരു നോട്ടീസിൽ അതിൽ ഉദ്ഘാടനം മുഖ്യമന്ത്രി എന്നാണ് പറയുന്നത്. എന്തായാലും രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്നു, വൈകുന്നേരം 3:50 സമാപന സമ്മേളനത്തിലേക്ക് പോകുന്ന ഒരു സംഗമമാണ്. 3000 പ്രതിനിധികൾ പങ്കെടുക്കുന്നു. 5000-ലധികം ആളുകൾ വന്നു, അപേക്ഷകൾ വന്നു. അതിൽ 3000-ലേക്ക് എങ്ങനെ എത്തിക്കുമെന്നും നമുക്കറിയില്ല. എന്തായാലും 3000 പേരെ പങ്കെടുപ്പിക്കുന്ന ഒരു സമ്മേളനം എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത് ഇവിടെ 3 പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. അവിടെ ചർച്ച നടത്തിക്കൊണ്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ പോകുന്നു. 2, ഇവിടെ കൂടുതലായി അയ്യപ്പന്മാരെ ആഗോളതലത്തിൽ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നായി ശബരിമലയിലേക്ക് ആകർഷിക്കുക. ഇങ്ങനെ 2 ലക്ഷ്യമാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് എത്ര സമയം വീതം ഓരോ അംഗങ്ങൾക്കും ചർച്ചയിൽ പങ്കെടുക്കുവാൻ അവസരം കൊടുക്കും? ഇവർ പറയുന്ന ഷെഡ്യൂൾ അനുസരിച്ചാണെങ്കിൽ 10:20 അധ്യക്ഷ പ്രസംഗം, 10:30 ഉദ്ഘാടനം, 10:40 ഉദ്ഘാടന പ്രസംഗം,
11 മണിക്ക് ആശംസ, 11:30 നന്ദി, 11:40 ഇടവേള, 11:50 സമീപ രേഖയുടെ അത് അവതരണം. ഇന്നത്തെ നോട്ടീസിൽ 3 സെഗ്മെന്റ് ആയിട്ട് അത് തിരിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര സമയം വീതമാണ് കൊടുക്കുന്നത്? അതെ, 12 to 1:30 അതാണ് ഞാൻ പറഞ്ഞത്. 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ. അവിടെയാണ് ശ്രീ സന്ദീപ് ചോദിച്ചത്. അവിടെ വെച്ചങ്ങ് നടത്തിയാ പോരെ? എന്തിനാണ് ഇത്ര വലിയൊരു സംഗമം നടത്തുന്നത്? ഇവിടെ മേളത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നു 1 മണിക്കൂർ. മേളത്തിന് വേണ്ടി 1 മണിക്കൂർ. ഇത്രയും ഗൗരവമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ 3000 പ്രതികൾക്ക് വെച്ചിരിക്കുന്ന സമയം 1.5 മണിക്കൂർ പരമാവധി. എന്ത് ആത്മാർത്ഥതയാണ് ഇതിനകത്തുള്ളത്? ഇതാണ് ശുദ്ധമായ തട്ടിപ്പ്. അതുകൊണ്ട് തന്നെയാണ് ഈ അയ്യപ്പ സംഘം എന്ന് പറയുന്നത് ശബരിമലയ്ക്ക് വേണ്ടിയുള്ളതല്ല. കാരണം ശബരിമലയുടെ കാര്യത്തിൽ ഇവർ എക്കാലത്തും സ്വീകരിച്ചുള്ള സമീപനം കൃത്യമായ ബോധ്യമുണ്ട്. അതൊന്ന് ഉറച്ചു പറയാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ? കൃത്യമായ നിലപാടുണ്ടല്ലോ. തുടക്കത്തിൽ തന്നെ